ഹലോ ഫ്രണ്ട്സ്, സെയിം ടൈമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു നെക്ക് പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത്. കുർത്തിയിലെല്ലാം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു കുർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് തന്നെ. എന്നിട്ട് ഇതുപോലൊരു സ്ക്വയർ ബോക്സ് ആക്കാം. എന്നിട്ട് ഇവിടെയായിട്ട് ഞാൻ ഇതുപോലൊരു യു ഷേപ്പാണ് കൊടുക്കണേ. ഈ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ താഴെയായിട്ട് ഞാൻ ഒരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് പേപ്പറിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മടക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ ലെങ്ത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു വി ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് മുമ്പ് 3 ഇഞ്ച് കൊടുത്തു, ഇത് 3 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 6 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യണ ഈ ഭാഗം നമ്മളൊരു തുണിയായിട്ട് അറ്റാച്ച് ചെയ്യും, ഈ ട്രയാങ്കിൾ പീസ്. അപ്പം അത് കളയരുത്. അപ്പോൾ ഈ പീസ് നമ്മളിതിൻ്റെ തുണീൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ വീതിയുള്ളൊരു തുണി എടുത്തിട്ട് ഇതിന് ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ തുണീനെ ഇതുപോലെ വെച്ച് കവർ ചെയ്തു. ഇനി ഇത് ഈ നെക്കിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഈ മിഡിൽ പോർഷൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിലും കൂടിയാണ് നമ്മൾ തയ്ച്ച് പോണത്. ഇതുപോലെ വി ഷേപ്പിൽ തന്നെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പീസ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പീസ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം, അതായത് കവർ ചെയ്ത ഭാഗം ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വയ്ക്കണം. ഇനി ഈ തുണീനെ ഇതുപോലെ ഉള്ളിലേക്ക്, അതായത് ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കി വയ്ക്കുക. ഇവിടെയായിട്ട് ഞാൻ കുറച്ച് സ്ട്രിപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനൊരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് ഇതിന് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കണ പോലെ ഇതിന് തയ്ച്ചെടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ കോൺട്രാസ്റ്റ് തുണി ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതിന് ഒരു പൈപ്പിംഗ് പോലെ തയ്ച്ചെടുക്കാം. ഇതുപോലെ ഞാൻ ഒരു 3 സ്ട്രിപ്പ് തയ്ച്ചിട്ടുണ്ട്. ഈ നെക്കിൻ്റെ അടിയിലായിട്ട് ഈ സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. മുകളിലത്തെ ഈ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ആ ലാസ്റ്റത്തെ സ്ട്രിപ്പ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ നെക്കിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഇതുപോലെ ആ ഭാഗം വിട്ടു കൊടുക്കാം. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ഭാഗം തയ്ക്കാൻ ഞാൻ കുറച്ച് ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നെക്കിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരാം. ഇത് തയ്ക്കുമ്പോൾ തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ തയ്ക്കാം. എന്നിട്ട് അതിനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഉള്ളിലേക്ക് ഒരു വട്ടം മടക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു വട്ടം കൂടി മടക്കി ഉള്ളിലേക്ക് ആക്കി ഇതിൻ്റെ മുകളിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഓരോന്നായിട്ട് അതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ തയ്ച്ചതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ഒരു അടിയിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇതുപോലെ 3 എണ്ണവും ഇതിൻ്റെ അടിയിലായിട്ട്
വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ 2 സൈഡും അടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു നെക്കാണത്. അപ്പോൾ ഇവിടെ ബോട്ടത്തിൽ നിന്ന് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.